ഹല്ലേലൂയ. കർത്താവിൽ പ്രിയപ്പെട്ടവരെ, മഹത്വത്തിൻ സാന്നിധ്യം. ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 31 സങ്കീർത്തനം 19 തിരുവചനം വളരെ മനോഹരമായ തിരുവാക്യമാണിത്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ എത്ര വിപുലമാണ്! തൻ്റെ ഭക്തർക്ക് വേണ്ടി അവ ഒരുക്കി വച്ചിരിക്കുന്നു. സങ്കീർത്തകനായ ദാവീദ് തൻ്റെ ജീവിതത്തിലേക്ക് പകരപ്പെട്ട ദൈവാനുഗ്രഹത്തിൻ്റെ ശ്രേഷ്ഠതയാണ് നമ്മോട് പങ്കുവെക്കുന്നത്. കർത്താവിൻ്റെ അനുഗ്രഹങ്ങൾ വളരെ വിപുലമാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധം അത്രമാത്രം ഉന്നതമാണ്. ഈ അനുഗ്രഹങ്ങളെല്ലാം ആർക്കാണുള്ളത്? അവിടുത്തെ ഭക്തരെ, അവിടുത്തെ സ്നേഹിക്കുന്നവരെ, അവിടത്തോട് വിശ്വസ്ത പുലർത്തുന്നവരെ. 2021 ആദ്യ ദിനങ്ങളിലാണ് നമ്മൾ. ഈ വർഷം ദൈവപ്രവർത്തികൾ നമ്മിലൂടെ വെളിപ്പെടുവാനായിട്ട്, നമ്മുടെ ജീവിതങ്ങൾ നിറഞ്ഞ ദൈവകൃപയുടെ ജീവിതങ്ങളായി മാറ്റപ്പെടുവാൻ, നമ്മുടെ കുടുംബങ്ങളും കൂട്ടായ്മകളെല്ലാം ദൈവാനുഗ്രഹത്തിൻ്റെ ഇടങ്ങളായി മാറണം. അതിന് വചനം നൽകുന്ന വ്യവസ്ഥ എന്താണ്? കർത്താവിനെ അധികമായി സ്നേഹിക്കുക, കർത്താവിൻ്റെ വിശ്വസ്തതയിൽ ജീവിക്കുക. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടിയാണ് അവിടുന്ന് ഇതെല്ലാം ഒരുക്കി വെച്ചിരിക്കുന്നത്. സകലത്തിന് മതിയായ നമ്മുടെ കർത്താവ് നമ്മുടെ ഹൃദയത്തിൻ്റെ 100 ആശങ്കകളും ഭാരങ്ങളും വിട്ടുകളഞ്ഞ് ദൈവത്തിൻ്റെ വചനം ഉറപ്പ് തരുന്ന ഈ ഉറപ്പിൽ പൂർണ്ണമായും ഹൃദയമുറപ്പിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ്. സാധിക്കുന്നവരെല്ലാം വലതുകരം സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിക്കുക. പരിശുദ്ധാത്മാവ് അനുഗ്രഹത്തിൻ്റെ ആത്മാവാണ്, കൃപയുടെ ആത്മാവാണ്, വചനത്തിൻ്റെയും ശക്തിയുടെയും ദൈവ തേജസ്സിൻ്റെയും ആത്മാവാണ്. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കട്ടെ. കൂടുതൽ കൂടുതൽ കൃപയിൽ ജീവിക്കാൻ, അഭിഷേകത്തോടെ ജീവിക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളെയും പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കണമേ, പരിശുദ്ധാത്മാവേ ഏറ്റെടുക്കണമേ. അധികമായി കർത്താവിനെ സ്നേഹിക്കാൻ, അധികമായി കർത്താവിനെ സ്നേഹിക്കാൻ കൃപ തരണമേ, കൃപ തരണമേ. കർത്താവിന്റെ വിശ്വസ്തതയിൽ ജീവിക്കാൻ, കർത്താവിന്റെ വിശ്വസ്തതയിൽ ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ, പരിശുദ്ധാത്മാവ് ഇടപെടണമേ. 2021 ഈ വർഷം ദൈവാനുഗ്രഹത്തിന്റെയും ദൈവകൃപയുടെയും ജീവിതമായി മാറുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ. ഈശോയെ നന്ദി. കരങ്ങളടിച്ച് ആത്മാവിൽ നിറഞ്ഞ് കർത്താവിന്റെ തേജസ്സിൽ പ്രകാശിച്ചുകൊണ്ട് നമ്മൾ ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ കരുതലിൽ വിശ്വസിക്കുക, കർത്താവിന്റെ വിശ്വസ്തതയിൽ വിശ്വസിക്കുക, അവിടുത്തെ പരിപാലനയിൽ വിശ്വസിക്കുക. നമുക്ക് ഒരുമിച്ച് കരഘോഷത്തോടെ ഈശോയെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഗ്ലോറി, ഗ്ലോറി, ആമേൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. എല്ലാവരും ആഗ്രഹിച്ച് പാടുകേ. അവൻ വഴികളെ പിൻപറ്റുവാനുള്ള വ്യക്തത, കർത്താവിനെ അനുസരിക്കുവാനുള്ള തീഷ്ണത. ചുവടുകളെ എത്ര നല്ലവൻ, മതിയായവൻ,
എന്നെ കരുതുന്ന കർത്തനവൻ. അവനെത്ര എന്റെ യേശു, എത്ര നല്ലവൻ, നമ്മുടെ പ്രിയനാണ്, നമ്മുടെ രാജാവാണ്, നമ്മുടെ കർത്താവാണ്. കർത്തനവൻ എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ഈശോയേ, സകലത്തിന് മതിയായ ദൈവം, എന്റെ ആവശ്യങ്ങളെല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. അവനെത്ര ഈശോ, കൃപ തരണേ, അഭിഷേകം നൽകണേ. ഏറ്റവും അടുത്ത സഹായകൻ താൻ, ഏറ്റവും അടുത്ത സഹായകൻ താൻ. ഏറ്റവും അടുത്ത എല്ലാവരും ഉറക്കെ പറഞ്ഞേ, ഉറപ്പോടെ പ്രഖ്യാപിച്ച് അവൻ നമ്മുടെ നിത്യ സഹായകനാണ്. ഏറ്റവും അടുത്ത സഹായകൻ താൻ, അവൻ അടുത്ത സഹായകൻ താൻ. ഏറ്റവും അടുത്ത കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ഇടിമുഴക്ക ശക്തിയോടെ പെരുവെള്ളത്തിന്റെ ഇരുമ്പലോടെ ജീവിക്കുന്ന കർത്താവിന്റെ സജീവമായ സാന്നിധ്യം അനുഭവിച്ച് എല്ലാവരും വിളിക്കണം. നമ്മളെ കരുതുന്ന കർത്താവ്, നമ്മുടെ വിശ്വസ്തയോടെ പരിപാലിക്കുന്ന കർത്താവ്, നമ്മുടെ ഏത് സാഹചര്യം സൂക്ഷിക്കുന്ന കർത്താവ്. എല്ലാവരും വിളിക്കുന്നു, യേശുവേ, ഞങ്ങളുടെ പൊന്നു കർത്താവേ. ഇറങ്ങി ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ തരണമേ. അവരുടെ വിശ്വസ്തതയിൽ ശരണപ്പെടുവാൻ കർത്താവേ, ആഴത്തിൽ അവരുടെ വിശ്വസ്തതയിൽ വിശ്വസിക്കാൻ കൃപ തരണമേ. പ്രതിബന്ധങ്ങളെ തകർക്കണമേ, മലകളെ നിരപ്പാക്കണമേ, ഇരുമ്പോടെ അധിക്കണമേ, പർവ്വതങ്ങളെ സമതലങ്ങളാക്കണമേ, പിച്ചള വാതിലുകളെ തകർത്ത് കളയണമേ. കർത്താവേ, കൃപയുടെ കരങ്ങൾ നീട്ടിത്തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാ വിഷയങ്ങളിലേക്കും വരിക കർത്താവേ, വരിക പരിശുദ്ധാത്മാവേ. അവിടെല്ലാം ഏറ്റെടുക്കണമേ, അവിടെല്ലാം ക്രമപ്പെടുത്തണമേ, അവിടെല്ലാം നിയന്ത്രിക്കണമേ. കം ഹോളി സ്പിരിറ്റ്, കം ഹോളി സ്പിരിറ്റ്. 2021 ഈ വർഷം ദൈവാനുഗ്രഹത്തിന്, ദൈവകൃപയുടെ വർഷമായി തീരുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. അധികമായി ഞങ്ങളെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് പ്രാപ്തി നൽകണമേ. കാലത്തിന് അടയാളങ്ങൾ വിവേചിച്ചുകൊണ്ട് കർത്താവിന്റെ വീണ്ടും വരവിനായി ലോകത്തെയും സഭയും സജ്ജമാക്കുവാൻ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. ബോധജ്ഞാനത്തിന് സിംഹാസനമായ പരിശുദ്ധ അമ്മേ, കർത്താവിന്റെ ജ്ഞാനത്തിൽ ഞങ്ങളെല്ലാം ജീവിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതങ്ങളെ ആത്മാവിൻ്റെ സാന്നിധ്യം കൊണ്ട് പൊതിയുന്ന കർത്താവിൻ്റെ വചനത്തിൻ്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം. പുതുവർഷത്തിൻ്റെ ഈ ആദ്യ നാളുകളിൽ തൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് വേണ്ട ആലോചനകൾ കർത്താവ് നൽകുകയാണ്. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത് കർത്താവ് തരുന്ന സമൃദ്ധിയെക്കുറിച്ചാണ്. കർത്താവ് തരുന്ന സമൃദ്ധി. പ്രതിസന്ധികളും പ്രതിബന്ധങ്ങളും ഏറെ നിറഞ്ഞ ഈ നാളുകളിൽ പലപ്പോഴും എന്തു ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ അനേകരെ ആശങ്കപ്പെടാറുണ്ട്. കാര്യങ്ങൾ ഈ വിധമായാൽ എങ്ങനെ മുന്നോട്ട് പോകും? വീണ്ടും ലോകരാജ്യങ്ങളിൽ കോവിഡ് ശക്തി ആർജിച്ചു കൊണ്ടിരിക്കുന്നു. പ്രതീക്ഷ അസ്തമിച്ചു പോകുന്ന വിധത്തിലുള്ള വാർത്തകളാണ് പലപ്പോഴും നമ്മൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഇതിൻ്റെ നടുവിലും ഒരു ദൈവ പൈതലിന് വലിയ പ്രത്യാശയുണ്ട്. ദൈവത്തിന് തിരുവെഴുത്ത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന സത്യം എന്താണ്? ഏത് സാഹചര്യത്തിലും നമ്മെ കരുതുവാൻ, സൂക്ഷിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്.
ലോകത്തിൽ പ്രതിസന്ധികൾ വർദ്ധിക്കുമ്പോൾ ഒരു വിശ്വാസിയുടെ പ്രത്യാശ കൂടുതൽ കൂടുതൽ ബലപ്പെടുകയാണ്. ഇതൊന്നും അവിചാരിതങ്ങളല്ല. ഇതെല്ലാം ഓരോരോ അടയാളമാണ്. കർത്താവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനം അടുത്തുകൊണ്ടിരിക്കുന്നു. ഈ തിരുവചനത്തോട് ബന്ധപ്പെട്ട് നമ്മുടെ കർത്താവ് പറഞ്ഞു, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 10-ാം തിരുവചനം, മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളൻ വരുന്നത്. ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ്. ഈ വചനത്തിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തരുന്ന ആലോചന എന്താണ്? നമ്മുടെ കർത്താവ് ഈ ലോകത്തിലേക്ക് വന്നത് അതിൻ്റെ പർപ്പസ് ഈ വചനം വെളിപ്പെടുത്തി തരികയാണ്. ജീവൻ നൽകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് കർത്താവായ ഈശോ ഈ ലോകത്തിലേക്ക് വന്നത്. നമ്മുടെ എല്ലാ തലങ്ങളിൽ നമ്മൾ ജീവന്റെ സമൃദ്ധിയുള്ളവരാകണമെന്ന് കർത്താവിന് നിർബന്ധമുണ്ട്. സ്പിരിച്വലി, മെന്റലി, ഇമോഷണലി, ഫിസിക്കലി, സോഷ്യലി, ഫിനാൻഷ്യലി. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തലങ്ങളിലും ഈ ജീവന്റെ സമൃദ്ധി വ്യാപരിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. കർത്താവ് തരുന്ന സമൃദ്ധി എന്താ പ്രിയപ്പെട്ടവരെ? കോടികളുടെ സമ്പാദ്യമാണോ? ഈ ലോകത്തിൽ ഒരു അല്ലിലും അലച്ചിലുമില്ലാതെ സുഖമായിട്ടുള്ള ജീവിതമാണോ? സഹനങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത, വളരെ കംഫർട്ടായിട്ടുള്ള ഒരു ജീവിതമാണോ കർത്താവ് തരുന്ന സമൃദ്ധി? ഒരിക്കലുമല്ല. കർത്താവ് നൽകുന്ന സമൃദ്ധി എന്ന് പറയുന്നത് നമ്മുടെ ആവശ്യങ്ങളിൽ, നമ്മൾ നേരിടുന്ന ചില സാഹചര്യങ്ങളിൽ നമുക്ക് വേണ്ടതുപോലെ കർത്താവ് ഇടപെടുന്ന അവിടുത്തെ പരിപാലനയാണ് ദൈവം തരുന്ന സമൃദ്ധി എന്ന് പറയുന്നത്. ഇന്ന് അനേകരുടെ ഒരു ചിന്തയുണ്ട്, കർത്താവിൻ്റെ പുറകെ പോയാൽ എല്ലാ പ്രശ്നവും പരിഹരിക്കപ്പെട്ടു, പിന്നെ സുഖമായി സുന്ദരമായി ജീവിക്കാമെന്ന്. സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ജീവിക്കാൻ നമുക്ക് സാധിക്കും. അതിൽ നമുക്ക് ആർക്കും സംശയം വേണ്ട. പ്രശ്നങ്ങളില്ലാത്ത, ദുഃഖങ്ങളില്ലാത്ത, സഹനങ്ങളില്ലാത്ത ഒരു ജീവിതമല്ല കർത്താവ് നമുക്ക് ഈ ലോകത്തിൽ പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ കർത്താവ് വ്യക്തമായി പറഞ്ഞു, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും. യേശു ശക്തമായി പറഞ്ഞ സത്യമാണിത്. എൻ്റെ കുഞ്ഞുങ്ങൾക്ക്, ആരെല്ലാം കർത്താവിനെ സ്നേഹിക്കുന്നുവോ അനുസരിക്കുന്നുവോ അവർക്കെല്ലാം ഈ ലോകത്തിൽ ഞെരുക്കങ്ങൾ ഉണ്ടാകും. എങ്കിലും നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഹല്ലേലൂയ! ഇതാണ് നമ്മുടെ ഉറപ്പ്. ലോകത്തെ കീഴടക്കിയ കർത്താവ് നമ്മോടൊപ്പമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ധൈര്യവും നമ്മുടെ ചങ്കുറപ്പും. തക്ക സമയത്ത് നമ്മുടെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെടും. പോരെ, അത് പോരെ. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, വേറെ എന്താ നമുക്ക് വേണ്ടത്? അപ്പോസ്തലനായ പത്രോസ് സഭാമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. താൻ എഴുതിയ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴെ നിങ്ങൾ താഴ്മയോടെ നിൽക്കുക. തക്ക സമയത്ത് അവിടെ നിങ്ങൾ ഉയർത്തിക്കൊള്ളും. നിങ്ങൾ ആകുലതകളെല്ലാം അവിടെ ഏൽപ്പിക്കുക. നിങ്ങളുടെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. ഈ വചനത്തിൽ എന്നെ ഏറെ സ്വാധീനിച്ചൊരു വാക്കുണ്ട്. കർത്താവിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത്. ആ വാക്ക് എല്ലാവരും ശ്രദ്ധിച്ചേ. തക്ക സമയത്ത്. ദൈവം ഇടപെടുന്ന സമയം, ദൈവം പ്രവർത്തിക്കുന്ന സമയം, കൈറോസ്
തക്ക സമയം. ഈ ഒരു സമയം നമുക്ക് വേണ്ടി കർത്താവിൻ്റെ കരങ്ങളിലുണ്ട്. ഈ ബോധ്യമുള്ളവർ ഏത് പ്രതിസന്ധിയിലും നല്ല ചങ്കുറപ്പുള്ളവരാകും. നമുക്കറിയാം ഈ വണ്ടി എങ്ങോട്ടാണ് പോകുന്നത്, ഇത് എങ്ങനെയാണ് പോകുന്നത്. ഇത് ഓടിക്കുന്നത് നമ്മളല്ല, കർത്താവാണ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത്. നമുക്ക് നൂറ് ആവശ്യങ്ങളുണ്ട്. പലപ്പോഴും കുടുംബത്തിൻ്റെതായ, മക്കളുടേതായ, തൊഴിൽ മേഖലകളുടേതായ പല പ്രതിസന്ധികൾ നമ്മളെ ഞെരുക്കുമ്പോൾ, നമുക്ക് വേണ്ട ചില ആവശ്യങ്ങൾ നമ്മളെ വല്ലാതെ ഭാരപ്പെടുത്തുമ്പോൾ, എന്തു ചെയ്യണമെന്ന് അറിയാതെ നട്ടം തിരിയുമ്പോൾ പലപ്പോഴും നമ്മൾ അസ്വസ്ഥരാകുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ജീവനുള്ള വചനത്തെ മുറുകെ പിടിക്കുക. തക്ക സമയം, ദൈവം ഇടപെടുന്നൊരു സമയം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഞാൻ പലപ്പോഴും ചിന്തിക്കുകയാണ്, പലപ്പോഴും കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷകളുടെ ബന്ധത്തിൽ അനേക ആവശ്യങ്ങളും പല സമയങ്ങളിൽ വളരെ കഷ്ടപ്പാടുകളും നമ്മുടെ ചിന്തകൾക്ക് അപ്പുറമായ ചില ഞെരുക്കങ്ങളും പിരിമുറുക്കങ്ങളും എല്ലാം കടന്നു വരുമ്പോൾ ഇനി എങ്ങനെ മുന്നോട്ട് പോകും, കാര്യങ്ങൾ എന്തായി തീരുന്നറിയാതെ പലപ്പോഴും ആശങ്കപ്പെടുമ്പോൾ, ഇതൊക്കെ മാനുഷികമായി നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകുന്നതാണ്. ആ സമയങ്ങളിലെല്ലാം കർത്താവിനെ ആശ്രയിച്ച് കർത്താവിൻ്റെ മുൻപിൽ നമ്മൾ കൈകൾ വിരിക്കുമ്പോൾ കർത്താവ് നൽകുന്നൊരു ആശ്വാസമുണ്ട്. നമുക്ക് വലിയ ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും. ആ സമയത്ത് ഏലിയ പ്രവാചകൻ അരികിലേക്ക് കാക്കകളെ വിട്ടതുപോലെ കർത്താവ് ഒരു കാക്കയെ വിടും. അതിലൂടെ ചില പ്രശ്നങ്ങൾ കർത്താവ് എല്ലാം സെറ്റിൽ ചെയ്യില്ല. ചില പ്രശ്നങ്ങൾ, വളരെ കഠോരമായിട്ടുള്ള ചില വിഷയങ്ങൾ കർത്താവ് അങ്ങ് പരിഹരിക്കും. അപ്പം നമുക്ക് പിടിച്ചു നിൽക്കാം എന്നുള്ള കണ്ടീഷനാവും. ശ്വാസം വിടാമെന്നുള്ളൊരു അവസ്ഥയിലേക്ക് കർത്താവ് എത്തിക്കും. നമുക്ക് ജീവൻ അങ്ങ് തരും. വീണ്ടും നമ്മൾ ആശ്രയിക്കുമ്പോൾ വീണ്ടും ഒരു കാക്കയയക്കും. അതിലൂടെ ആ പ്രശ്നം സെറ്റിൽ ചെയ്യും. ഇങ്ങനെ കർത്താവ് നിരന്തരം നമ്മുടെ ആവശ്യങ്ങളിൽ ഇടപെട്ട് നമ്മളെ അങ്ങ് പരിപാലിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം, വിശ്വസ്തത എത്ര വലുതാണ് പ്രിയപ്പെട്ടവരെ. ഇതാണ് കർത്താവ് തരുന്ന സമൃദ്ധി. നമ്മൾ വിശുദ്ധ ബൈബിളിലോട്ട് നോക്കണം. ആരെല്ലാം കർത്താവിൻ്റെ കൂടെ നടന്നുവോ അവർക്കെല്ലാം ഈ സമൃദ്ധി കർത്താവ് പ്രദാനം ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം, അതിന് ചരിത്രത്തിലോട്ട് ഞാൻ പോകുന്നില്ല, നമുക്കറിയാവുന്ന സംഭവമാണ്. ഇസഹാക്കിന് ബലിയർപ്പിക്കാൻ കർത്താവ് ആവശ്യപ്പെട്ടു. ചോദ്യം ചെയ്യാത്ത അനുസരണം, അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. ചോദ്യം ചെയ്യാത്ത അനുസരണമാണ് വിശ്വാസം. അബ്രഹാം വിശ്വസിച്ച് മോറിയ മലയിലെത്തി. തൻ്റെ പൊന്നുമകനെ കൈകൾ ബന്ധിച്ച് ബലിപീഠത്തിൽ കിടത്തി, കത്തി കയ്യിലെടുത്തു. അവന് ബലിയർപ്പിക്കാൻ ഒരുങ്ങിയ സമയത്ത് ദൈവം അബ്രഹാമിനെ വിളിച്ചു. തക്ക സമയത്ത് ദൈവം ഇടപെടുകയാണ്. അവർക്ക് വേണ്ടത് ഒരു കുഞ്ഞാടിനായിരുന്നു. ആ കുഞ്ഞാടിനെ കർത്താവ് പ്രദാനം ചെയ്യുകയാണ്. യഹോവ ജൈറേ, കരുതുന്ന കർത്താവ്. ഉൽപ്പത്തി 22:14 കാണാൻ പറ്റും. അബ്രഹാം ആ സ്ഥലത്തിന് യാഹവേ ഈരേ എന്ന് പേരിട്ടു. ഇതുപോലെ നമുക്ക് പലപ്പോഴും ക്ലൈമാക്സിലായിരിക്കും നമ്മുടെ ക്ലൈമാക്സ് ആണ് കേട്ടോ. ദൈവത്തിൻ്റെ ക്ലൈമാക്സ് അതല്ല. ഇത് നമ്മുടെ ചിന്തയാണ്. എല്ലാം തീരാൻ പോവാണ്, എല്ലാം അവസാനിക്കാൻ പോവാണ്, ഇത് ഫൈനൽ റൗണ്ടാണ്, ഇപ്പോഴെങ്കിലും ദൈവം ഇടപെട്ടില്ലെങ്കിൽ എല്ലാം തീരും. ഇത് നമ്മുടെ ചിന്തയാണ്. ദൈവം പ്രവർത്തിക്കാൻ പോകുന്നേ ഉള്ളൂ. തക്ക സമയത്ത് ദൈവം ഇടപെട്ടു, കുഞ്ഞാടിനെ കൊടുത്തു. ഇതുപോലെയുള്ള ഒരു സമൃദ്ധിയാണ് ദൈവമായ കർത്താവ് നമുക്കെല്ലാം നൽകുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, മോശപ്രവാചകന്റെ ജീവിതത്തിലേക്ക് നോക്ക്. പുറപ്പാടിന് ദിവസം 33 മോശ നട്ടം തിരിയാണ്. പിറുപിറുക്കുന്ന ജനം, അസംതൃപ്തരായ ജനം, പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് വർഷങ്ങളായിട്ട് മരുഭൂമിയിൽ നട്ടം തിരിയാണ്. പ്രതീക്ഷ അനേകർക്ക് നഷ്ടപ്പെട്ടു പോയി. ഈ സമയത്ത് മോശ പ്രവാചകന്റെ മാനസിക അവസ്ഥ കർത്താവ് കാണുകയാണ്. നമ്മുടെ ചെറിയ ഫീലിങ്സ് പോലും കർത്താവ് അറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. നമുക്ക് തോന്നുന്നു ആരും അറിയുന്നില്ല, ആരും സ്നേഹിക്കാനില്ല. ചിലപ്പോൾ എനിക്കൊക്കെ തോന്നാറുണ്ട്,
ഒറ്റപ്പെട്ടതുപോലത്തെ ഒരവസ്ഥ. സ്നേഹിക്കാൻ ഒത്തിരി പേരുണ്ട്, പ്രാർത്ഥിക്കാനും സഹായിക്കാനും ഒക്കെ. ചില സന്ദർഭങ്ങളിൽ നമ്മൾ അങ്ങ് ഡിപ്രസ്ഡ് ആവുന്ന, ഡൗണായി പോകുന്നൊരവസ്ഥ ഇല്ലേ? ഇങ്ങനെ പോകുന്ന പലരും ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എനിക്ക് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. ആരുമില്ലാത്തൊരവസ്ഥ. ദൈവമേ, ഒറ്റപ്പെട്ടു പോയോ? ഒരു വലിയ ഗ്രൗണ്ടിൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് പോലെ. ഇതെല്ലാം ദൈവം അനുവദിക്കുന്നത് തന്നെ പ്രിയപ്പെട്ട. എന്നാൽ കൂടുതൽ ആശ്രയിക്കാൻ, കൂടുതൽ ബലപ്പെടുവാനാണ്. മോശപ്രവാചകൻ ഇതുപോലെ നട്ടം തിരിയാണ്. ആകെ കൺഫ്യൂഷൻ. ഇറങ്ങിപ്പോകുന്നത് വെറുതെ ആയിപ്പോയോ? ഈ ജനത്തോട് എന്ത് സമാധാനം പറയും? എന്ത് കൊടുത്താലും നന്ദിയില്ലാത്ത ജനം. മോശ ഇങ്ങനെ മാനസികമായ പിരിമുറുക്കത്തിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവ് മോശയോട് പറയുന്നൊരു വാക്കുണ്ട്. എന്നാ സന്തോഷം തരുന്നൊരു വാക്കാന്നറിയോ? 33:14 മോശേ, ഞാൻ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം നൽകുകയും ചെയ്യും. ഇതാണ് കർത്താവ് തരുന്ന സമൃദ്ധി. ഹല്ലേലൂയ. പോരെ. ദൈവത്തിന്റെ ശബ്ദം മോശപ്രവാചകൻ കേൾക്കുകയാണ്. ഞാൻ നിന്നോട് കൂടെ വരും, ഞാൻ തന്നെ നിനക്ക് ആശ്വാസം തരും. മോശ ഭയങ്കര എനർജറ്റിക്കായി. ശക്തി കിട്ടി, ധൈര്യം കിട്ടി, ക്ഷീണം മാറി, മടുപ്പ് മാറി, ഡിപ്രഷൻ മാറി, തളർച്ച മാറി. മോശ അങ്ങ് സ്ട്രോങ് ആയില്ലേ? തക്ക സമയത്ത് കർത്താവ് ഇടപെടുന്നത് കണ്ടോ? ഇതുപോലെ എത്രയോ അനുഭവങ്ങളിലൂടെ കർത്താവ് നമ്മളെ കൈപ്പിടിച്ച് നടത്തിയിട്ടുണ്ട്. പിന്നെ എങ്ങനെയാ കർത്താവിനെ സ്നേഹിക്കാതിരിക്കാൻ പറ്റുക? എങ്ങനെയാ കർത്താവിനെ ആരാധിക്കാതിരിക്കാൻ പറ്റുക? ചങ്ക് പറിച്ച് കൊടുക്കണ്ടേ നമുക്ക് കർത്താവിനെ? അത്രമാത്രം വലിയ ദയയും കരുണയുമാണ് അവൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ പാടുന്നില്ലേ, അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. അവൻ നല്ലവനല്ലോ, ദയ എന്നുമുള്ളത്, അവൻ വല്ലഭനല്ലോ, സ്തുതി എന്നും അവനെ. നമ്മോടുള്ള കർത്താവിൻ്റെ സ്നേഹമാണ് ഇതിലൂടെ എല്ലാം വെളിപ്പെടുന്നത്. ജോഷപ്രവാചകന്റെ ജീവിതത്തിലേക്ക് നോക്കി. മോശപ്രവാചകൻ മരിച്ചു, ദൈവം ജോഷയെ തെരഞ്ഞെടുത്തു. 1-ാം അധ്യായം 2-ാം വചനത്തിൽ വലിയൊരു ടാസ്ക്, സാഹസികമായൊരു മിഷൻ ദൈവം ജോഷയ്ക്ക് കൊടുക്കുകയാണ്. ജോഷ, നീ എഴുന്നേറ്റ് ജനത്തെയും കൂട്ടി ജോർദാൻ നദി കടന്ന് അക്കരെ എത്തുക. മോശപ്രവാചകനെ കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യമാണ് ഈ വാഗ്ദാന നാട്ടിലേക്ക് ഇവർ എത്തിക്കുക എന്നുള്ളത്. ഇപ്പോൾ ജോഷ ആ മിഷൻ ഏറ്റെടുക്കുക. വളരെ സാഹസികമായിട്ടുള്ള, പ്രയാസകരമായിട്ടുള്ള ദൗത്യമാണിത്. നിസാര കാര്യമെന്നല്ല. ന്യായമായും ജോഷയുടെ ഉള്ളിൽ ആത്മധൈര്യമില്ല, 100 സംശയങ്ങൾ. ഇത്രയും ഉന്നതനായ മോശപ്രവാചകന് കഴിയാൻ, ഇത്രയും ഉന്നതനായ മോശപ്രവാചകന് പറ്റാത്ത കാര്യം ഈ ബലഹീനനായ, ദുർബലനായ എനിക്കെങ്ങനെ സാധിക്കും? തീരെ കോൺഫിഡൻസ് ഇല്ല, പരാജയ ഭീതി, ശത്രുക്കൾ അറ്റാക്ക് ചെയ്യോ, ഞങ്ങൾ നശിച്ചു പോകുമോ? ഇങ്ങനെയുള്ള ആശങ്കകളും ആകുലതകളും ജോഷയെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കുമ്പോൾ കർത്താവിന് മനസ്സിലായി. കർത്താവ് ജോഷയോട് പറഞ്ഞു, 1:5 പറയാണ്, ജോഷുവ, നിന്റെ ആയുഷ്കാലത്തിൽ ആർക്കും നിന്നെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്റെ കൂടെ ഇരിക്കും. മോശയോട് കൂടെ നടന്നതുപോലെ ഞാൻ നിന്റെ കൂടെ നടക്കുന്ന ദൈവമാണ്. നീ ആകുലപ്പെടേണ്ട, അസ്വസ്ഥനാകേണ്ട. ബി സ്ട്രോങ് ആൻഡ് ഗുഡ് കറേജ്. നീ ശക്തനും ധീരനുമായിരിക്കുക. ഇതിനേക്കാൾ ഒരു ഉറപ്പ് കിട്ടാനുണ്ടോ? ഇതാണ് കർത്താവ് തരുന്ന സമൃദ്ധി. നമുക്ക് എന്താണ് ആവശ്യം, നമ്മുടെ വിഷയം എന്താണോ അതിൽ കർത്താവ് അങ്ങ് ഇടപെടുക. അല്ല കോടിക്കണക്കിന് രൂപ കിട്ടുന്നതോ, നമുക്ക് ഭയങ്കരമായ സൗകര്യങ്ങൾ വരുന്നതോ, 10,000 സ്ക്വയർ ഫീറ്റ് വീട് കിട്ടുന്നതോ, നല്ല വിലപിടിപ്പുള്ള കാറുകളും ആഭരണങ്ങളും ലഭിക്കുന്നതാണോ കർത്താവ് തരുന്ന സമൃദ്ധി? അത് ദൈവം തരുന്ന സമൃദ്ധിയായിട്ട് അത് മാത്രമായിട്ട് നമ്മൾ കാണരുത് പ്രിയപ്പെട്ടവരെ. നമുക്ക് എന്താണ് ആവശ്യം, ആ ആവശ്യത്തിലേക്ക് ഇറങ്ങി വന്ന് അതിലിടപെടുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി, ദൈവത്തിൻ്റെ പ്രൊവിഡൻസ്, ഇതാണ്
യഥാർത്ഥത്തിലുള്ള സമൃദ്ധി എന്ന് പറയുന്നത്. പത്രോസിയുടെ ജീവിതത്തിലേക്ക് വരാം. ജയിലിൽ കിടക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനം 12 6ഉം 7ഉം വചനങ്ങളിൽ കാണാൻ പറ്റും. സഭ മുഴുവൻ പത്രോസിലേക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ആ പ്രാർത്ഥനയുടെ മധ്യേ രാത്രിയിൽ കർത്താവ് തൻ്റെ ശക്തനായ ദൂതനെ വിട്ട് ആ കാരാഗ്രഹത്തിൻ്റെ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ സ്ലീഹായെ വിമോചിപ്പിക്കുകയാണ്. ആ കാരാഗ്രഹത്തിലേക്ക് ഇറങ്ങി വരികയാണ്. പത്രോസിനെ എൻകറേജ് ചെയ്യാണ്. നീ ഭയപ്പെടേണ്ട, ഞാൻ കൂടെയുണ്ട്. ദിസ് ഇസ് മൈ മിഷൻ. ഇതെൻ്റെ ദൗത്യമാണ്, ഇതെൻ്റെ ശുശ്രൂഷയാണ്. നീ മുന്നോട്ട് പോവുക. പ്രതിസന്ധികളെ കണ്ട് നീ ആകുലപ്പെടേണ്ട, ധൈര്യമായി ടു മൂവ് ഓൺ, മുമ്പിലോട്ട് പോവുക. ഇതല്ലേ കർത്താവ് തരുന്ന സമൃദ്ധി. പത്രോസിൻ്റെ ആവശ്യം ആ സമയത്ത് സഭയെ ശക്തിപ്പെടുത്തലാണ്. തനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥന കൂട്ടത്തിലേക്ക് അപ്പോസ്തല പ്രവർത്തനം 12:12 കാണാൻ പറ്റും. പത്രോസ് കടന്നു ചെല്ലുകയാണ്. കർത്താവ് തനിക്ക് വേണ്ടി ചെയ്ത പ്രവൃത്തികൾ പത്രോസിലേക്ക് വിവരിക്കുകയാണ്. ജനത്തിന് വലിയ ആനന്ദമായി. അവർ ജീവിക്കുന്ന കർത്താവിനെ നന്ദിയോടെ സ്തുതിച്ചു. പൗലോസിയുടെ ജീവിതത്തിലോട്ട് പോകാം. ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കൊരിന്തോസിൽ പൗലോസിലേക്ക് ആയിരിക്കുകയാണ്. അവിടെ ഒരുപാട് വിഷയങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ഇതെല്ലാം പൗലോസിനെ ഒരുപാട് ഭാരപ്പെടുത്തി. വളരെ ടഫായിട്ടുള്ള ചില സാഹചര്യങ്ങൾ, സുവിശേഷം പ്രഘോഷിക്കാൻ പല ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സമയത്ത് 18-ാം അധ്യായം 9ഉം 10ഉം വചനങ്ങളിൽ പൗലോസിലേക്ക് രാത്രി കിടന്നുറങ്ങുമ്പോൾ കർത്താവ് ഒരു ദർശനത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വിശുദ്ധ പൗലോസ് കർത്താവിനെ കാണുകയാണ്. കർത്താവ് പറഞ്ഞു, പൗലോസേ, നീ ഭയപ്പെടേണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്. നിശബ്ദനായിരിക്കാതെ പ്രസംഗിക്കുക. പ്രതികൂലങ്ങൾ കണ്ട് നീ പിന്മാറിപ്പോകേണ്ട. ഇത് എൻ്റെ ദൗത്യമാണ്, എൻ്റെ മിനിസ്ട്രിയാണ്. നീ ധൈര്യമായി സുവിശേഷം അറിയിക്കുക. ഈ നഗരത്തിൽ എനിക്ക് വളരെയധികം ആളുകളുണ്ട്. ഒരുപാട് ആളുകൾ ഞാനിവിടെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ രക്ഷയിലേക്ക് അവരെ നയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പൗലോസ്, നീ ഒരു ഇൻസ്ട്രുമെൻ്റായി മാറണം. കർത്താവ് കടന്നു വന്ന് പൗലോസിനെ ബലപ്പെടുത്തുകയാണ്. ആ സമയത്ത് പൗലോസിലേക്ക് ഏറ്റവും ആവശ്യമുള്ളത് ഈ ഒരു പ്രോത്സാഹനമായിരുന്നു. കർത്താവിൻ്റെ ഒരു ഇടപെടലാണ്, കർത്താവിൻ്റെ റിയൽ പ്രസൻസാണ്. അത് ഈശോ കൃത്യമായി പൗലോസ് അപ്പോസ്തലൻ നൽകുകയാണ്. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവം തരുന്ന സമൃദ്ധി ഇതാണ്. ഈ സമൃദ്ധിയിലേക്ക് നമ്മൾ നോക്കണം. അനുദിന ജീവിതത്തിൽ നമ്മുടെ കൂടെ നടന്ന് നമ്മെ സഹായിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മെ പരിപാലിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. ഒരിക്കലും കർത്താവിന് വിട്ടുപോകരുത്. കർത്താവിൻ്റെ കൂടെയുള്ള ജീവിതം എത്ര ആനന്ദകരമാണ്. കൂടുതൽ ചേർന്ന് 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 ജീവിക്കുക. നമ്മുടെ ഈ കൊച്ചു ജീവിതം അനേകർക്ക് അനുഗ്രഹമാവട്ടെ. ഈ ജീവിതത്തിൻ്റെ മാധുര്യം അനേകർക്ക് അനുഭവിക്കാൻ ദൈവം ഇടവരുത്തും. ഈ ഒരു തിരിച്ചറിവോടെ നമ്മുടെ ജീവിതങ്ങളെ ഈ പുതുവർഷത്തിൻ്റെ ആരംഭ ദിനങ്ങളിൽ പൂർണ്ണമായും കർത്താവിന് സമർപ്പിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങളെ കർത്താവിന് സമർപ്പിക്കുക. മാതാപിതാക്കളെ കർത്താവിന് സമർപ്പിക്കുക. ഒരു പൂർണ്ണമായ സമർപ്പണത്തിലേക്ക് പോവുക. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളെയും കർത്താവിന് കൊടുക്കണം. നമ്മുടെ കുടുംബത്തെ കർത്താവിന് സമർപ്പിക്കണം. നമ്മുടെ ആരോഗ്യം, നമ്മുടെ കഴിവ്, സമയം, സമ്പത്ത്, സാധ്യതകളെല്ലാം കർത്താവിന് സമർപ്പിക്കുക. ഇതിലൂടെ എല്ലാം കർത്താവ് മഹത്വപ്പെടട്ടെ. നമ്മുടെ ജീവിതങ്ങളിലൂടെ ഈ ലോകം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ ഇടവരട്ടെ. അതിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ നമ്മുടെ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകല ആവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും ജീവിക്കുന്ന കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ ദൈവത്തിൻ്റെ തിരുവെഴുത്തിൽ നിന്ന് നമ്മൾ ധ്യാനിക്കുന്നത് കർത്താവ് തരുന്ന സമൃദ്ധിയെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി നമുക്കെല്ലാവർക്കും ഈ ശുശ്രൂഷയിലേക്ക് വലിയ ആനന്ദത്തോടെ കടന്നു വരാം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ രാജാവേ, മഹത്വത്തിൻ സാന്നിധ്യം. മഹത്വമേ മഹത്വമേ മഹത്വത്തിൻ കർത്താവേ, മഹത്വത്തിൻ സാന്നിധ്യം.
രാജാവേ